ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു എ ചാനൽ. ഇപ്പം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ജക്കൂറിൻ്റെ അടുത്തുള്ള റംഗോലി ഗാർഡൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇത് ശരിക്കും എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വില്ലേജ് എക്സ്പീരിയൻസ് തരുന്നൊരു സ്ഥലമാണ്. അതായത് പണ്ടത്തെ കാലത്ത് നമ്മുടെ കർണാടകയിൽ എങ്ങനെയായിരുന്നു പണ്ടത്തെ വില്ലേജുകളൊക്കെ ഉണ്ടായിരുന്നതോ ആ ഒരു മോഡൽ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കായിരുന്നു. അപ്പം നമുക്കൊരു ഒത്തൻറ്റിക് വില്ലേജ് എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് നമുക്ക് ഈ സ്ഥലം വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്കും ഒക്കെ മനസ്സിലാവും. കാരണം നമ്മളൊക്കെ വളർന്ന ഒരു സിറ്റുവേഷനിൽ പോലും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെയൊക്കെ എവിടെയെങ്കിലും ഒരു ബിറ്റ്സ് ആൻഡ് പീസസ് കണ്ടിട്ടുള്ളൂ. പക്ഷെ ഒരു പ്രോപ്പർ വില്ലേജ് എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് ഈ സ്ഥലം വിസിറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ എല്ലാ വിഷ്വൽസും റിക്രിയേറ്റ് ചെയ്തേക്കാണ്. ഓരോ കമ്മ്യൂണിറ്റിയുടെ ട്രഡീഷനും കൾച്ചറും പിന്നെ അതേപോലെ അവിടുത്തെ ഗ്രോസറി ഷോപ്പ്, ടൈലർ ഷോപ്പ് എല്ലാം റിക്രിയേറ്റ് ചെയ്തേക്കാണ് കേട്ടോ. അപ്പോൾ ഈ വീക്കെൻഡ് അവിടെ സ്പെൻഡ് ചെയ്യാന്ന് വെച്ചിട്ട് ഞങ്ങളും ഞങ്ങളുടെ 2 ഫ്രണ്ട്സ് ഉണ്ട്. അതായത് മോളുടെ ക്ലാസ്മേറ്റ് ആണ്, മലയാളിയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഈ സ്ഥലത്തേക്ക് പോയി. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ ഓരോ മോഡലിന്റെ മുന്നിൽ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഏത് കമ്മ്യൂണിറ്റി ആണോ അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം.
ഇപ്പോൾ കണ്ടല്ലോ ഇതിനകത്ത് ഏതൊക്കെ വില്ലേജ് മോഡൽസ് ആണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നുള്ളത്. ഒരു 1.5 മണിക്കൂർ എങ്ങനെയായാലും ഈസി ആയിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഇവർ തന്നെ ഒരു കുഞ്ഞു ഹോട്ടലുണ്ട്, അതിനകത്ത് റംഗോലി കിച്ചൻ എന്ന് പറയും. അവിടെ അത്യാവശ്യമുള്ള ഐറ്റംസ് ഒക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ നടന്നു വരുന്ന സമയത്ത് വിശക്കാണെങ്കിൽ കഴിക്കാൻ കയറി. ഇതല്ലാതെ ഹോർസ് റൈഡ് ഉണ്ട്, പിന്നെ പോട്ടറി ക്ലാസ്സസ് ഉണ്ട്. നമുക്ക് അവിടെ തന്നെ അവർ പറഞ്ഞു തരും. എന്നിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കുന്ന പോട്ട് നമുക്ക് കൊണ്ടുപോകാൻ തോന്നുക. നമ്മളതിൽ നിന്നില്ല, പക്ഷെ അവിടെ നിന്ന് എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോകുന്ന കണ്ടു. പിന്നെ അതല്ലാതെ ഒരു കുട്ടി പാർക്കൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട്, കളിക്കാനായാലും കാർ റൈഡൊക്കെ ഉണ്ട്. അതല്ലാതെ നമുക്ക് വേണ്ടിയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ബുക്സ് ഒക്കെ വിൽക്കുന്നുണ്ട്, കുട്ടി കുട്ടി സ്റ്റോൾസ് ഒക്കെ ഉണ്ട്. അങ്ങനെ കുറച്ചൊരു ഹാഫ് ഡേ നമുക്ക് അവിടെ ഈസിലി സ്പെൻഡ് ചെയ്യാൻ പറ്റും ഫാമിലിയുമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഞങ്ങൾ പോയ സമയം കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് പതിയെയാണ് പോയത്, കാരണം ഇപ്പം നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഒരു 2 മണി 3 മണിയൊക്കെ കഴിഞ്ഞിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ 6 മണി വരെ നമുക്ക് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ ടൈമിംഗ് വന്നിട്ട് 9 AM to 6 PM ആണ്. സ്ഥലത്തിൻ്റെ പേര് ഒന്നുകൂടി പറഞ്ഞേക്കാം, റംഗോലി ഗാർഡൻ ജക്കൂറിൻ്റെ അടുത്താണ്, എലങ്കക്കടുത്ത് ജക്കൂർ. അവിടെയാണ് റംഗോലി ഗാർഡൻ ഉള്ളത്. എൻട്രി ഫീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ വീക്ക് ഡേയ്സിൽ അഡൾട്ടിന് 150 റുപ്പീസും കുട്ടികൾക്ക് 100 റുപ്പീസാണ്. വീക്കെൻഡ്സിൽ വന്നിട്ട് സാറ്റർഡേ സൺഡേ പിന്നെ ഗവൺമെൻറ് ഹോളിഡേയ്സിൻ്റെ അന്ന് അഡൾട്ടിന് 200ഉം കിഡ്സിന് 100 റുപ്പീസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ കബൻ പാർക്കും ലാൽബാഗും ഒക്കെ പോയിട്ട് ഇങ്ങനത്തെയൊക്കെ സ്ഥലങ്ങളും കാണണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുട്ടികൾക്ക് കുറച്ചും കൂടി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും ഇത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് വിസിറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അവർക്ക് കളിക്കാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളും ഉണ്ട്, നിങ്ങൾക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.